ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ മോൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡ് ഉപയോഗിച്ചിട്ട് അസംബിൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഈ ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനെ അസംബിൾ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ പീസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഇത് ബാക്കിൽ ആ ഒരു ഭാഗം ചാരിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിയറിങ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിങ് ആണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. ഞാനതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വണ്ടി. നമുക്കിതൊന്ന് ജസ്റ്റ് പുറത്തെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ട് നോക്കാം. നമ്മുടെ ആ ഒരു വണ്ടിയിൽ ഫ്രണ്ടിൽ വരുന്ന 2 വീലാണ് ഈ കാണുന്നത്. ഇത് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു നോബിൽ കണക്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ തന്നെ യൂസർ മാനുവൽ ഉണ്ട്. ബാറ്ററി ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, ബോക്സിലില്ല, പക്ഷെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അസംബിൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. യൂസർ മാനുവൽ എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ആദ്യം ഇതൊന്ന് പുറത്തെടുക്കാം. അതിലെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും പാർട്സുകളാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് ഇൻക്ലൂഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ബോക്സിൽ കിട്ടാത്തൊരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു ബാറ്ററി ആയിരുന്നു. അത് എൻ്റെ കയ്യിലാണ് അവർ തന്നത്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അവരെൻ്റെ കയ്യിൽ തരികയാണ് ചെയ്തത്. ഈ ഒരു പ്ലെയറും അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറും നമുക്ക് വേണം ഈ ഒരു പ്രൊഡക്റ്റ് അസംബിൾ ചെയ്യാനായിട്ട്. പിന്നെ ഇത് അസംബിൾ ചെയ്യുന്ന ഒരു പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് അവർ തന്നിട്ടുള്ള ആ ഒരു ബാറ്ററി. ചെറിയ AA ബാറ്ററിയാണ് വരുന്നത്. 1.5 വോൾട്ടേജിൻ്റെ AA ബാറ്ററിയാണിത്. നമുക്കിനി ഇതൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും ഈ ഒരു സീറ്റിൻ്റെ താഴെയായിട്ട് വരുന്നുണ്ട്. ഇതാണ് ബാറ്ററി ഇടേണ്ട ആ ഒരു സ്പേസ്. നമ്മൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. ഒരു നെറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കവർ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ തന്നെ അത് കിട്ടും. ഇവിടെയാണ് നമ്മൾ ആ ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം ആ ഒരു സ്പ്രിങ് ഉള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു സീറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ വർക്കിംഗ് ആണ്. നമുക്ക് മുമ്പിലായിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. മ്യൂസിക്കും കാര്യങ്ങളെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ട് വെയിലും സ്റ്റിയറിങ്ങും സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഹോളിൽ ഇവിടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് സ്പീക്കറിൻ്റെ ഹോളാണ്. ഈ താഴെ കാണുന്ന ഈ ഹോളിലോട്ട് ഈ ഒരു സംഭവം ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ ഇത് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുമ്പിലായിട്ട് ചെറിയൊരു ക്ലിപ്പ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് മാത്രം അത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിയറിങ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ ഒരു നെറ്റും അതുപോലെ തന്നെ ഈ സ്ക്രൂവും നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിങ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അത് റിമൂവ് ചെയ്യുന്ന പരിപാടി നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്പേസിലേക്ക് ഈ ഒരു സ്റ്റിയറിങ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഹോള് കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു ഹോള് കറക്റ്റായിട്ട് കാണണം. സ്ക്രൂ നമുക്ക് മറ്റു ഭാഗത്ത് നിന്ന് ഇടാം അല്ലേ. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ടത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു നെറ്റ് ഇവിടെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു നെറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് പ്ലെയർ വേണമെന്ന് അവർ ആ ഒരു യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പുറകിലുള്ള ആ ഒരു ചാരിയിരിക്കുന്ന ആ ഒരു ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നിൽക്കും. അതൊരു ക്ലിപ്പ് ടൈപ്പിലാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് അവിടെ ലോക്കായിട്ട് നിൽക്കും. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഒന്ന് നോക്കാം.
അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എത്ര വെയിറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്ക് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് തരുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.